കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം സർക്കാർ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ കണ്ണടയ്ക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇടുക്കി, വയനാട്, കുട്ടനാട് പാക്കേജുകൾ കടലാസിൽ ഒതുങ്ങി, കർഷകരെ ചേർത്തുപിടിക്കുന്നു എന്ന് വീമ്പ് പറഞ്ഞാൽ പോരാ എന്നും വി.ഡി. സതീശൻ വിമർശിച്ചു. നിങ്ങളിവിടെ പ്രഖ്യാപിച്ചു, ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു എത്ര 12,000 കോടി രൂപ, വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചു 7,000 കോടി രൂപ, കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചു 5,000 കോടി രൂപ. ഈ പാക്കേജ് നിങ്ങൾ പ്രഖ്യാപിച്ചതനുസരിച്ച് ആകെ കൊടുത്തത് 50 ലക്ഷം രൂപ വയനാട്ടിലെ കാപ്പി കർഷകർക്ക് കാപ്പി സംഭരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും പൈസയിൽ കൊടുത്തത്. ഇതൊന്നും 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങളുടെ പ്രഖ്യാപനങ്ങളെല്ലാം കടലാസിൽ മാത്രമാണ്. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു, എത്ര പേര് കടക്കണിയിലാണ്, എത്ര പേര് ജപ്തി നടപടികളെ നേരിടുന്നു, ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണ്ടേ. കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ ലാഘവത്വത്തോടുകൂടി പറയുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിന്റെ അലംഭാവത്തിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. കേന്ദ്രം ഏർപ്പെട്ട രാജ്യാന്തര കരാറുകളാണ് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. സർക്കാർ കർഷകരെ അവഗണിക്കുകയല്ല, പരിഗണിക്കുകയാണ് ചെയ്തത്. കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ ഒരുമിച്ച് ഇടപെടണമെന്നും പി പ്രസാദ് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കർഷകരെ ഒരു കാലത്തും അവഗണിച്ചിട്ടില്ല. കർഷകരെ പരിഗണിക്കുന്ന, കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. സാർ, നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ നയങ്ങളും മറ്റുമാണ്. കേന്ദ്രം ആവിഷ്കരിച്ച, കേന്ദ്രം ഏർപ്പെട്ട കരാറുകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ കാർഷിക മേഖല തകരുന്നത് എന്ന കാര്യത്തിൽ സാർ ആർക്കാണ് സംശയമുള്ളത്? നാം എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആവശ്യപ്പെടേണ്ടുന്നത് കേന്ദ്രം കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നിലനിൽക്കുമ്പോഴും കേരളത്തിൻ്റെ കാർഷിക മേഖലയെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും നടപ്പിലാക്കുന്നുണ്ട്. സർക്കാർ പദ്ധതികൾ കടലാസിൽ മാത്രമാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കുറുക്കോളി മൊയ്തീൻ MLA വിമർശിച്ചു.